ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ജൂൺ മാസം ആയോ എന്ന് തന്നെ തോന്നിപ്പോകും കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര മഴയാണ് പുറത്ത്, ഒരേ നിർത്താതെയുള്ള മഴ. ആ മഴ കാണുമ്പോൾ എന്തൊക്കെയോ തിന്നാനെന്ന് കൊതി വരുന്നു. അങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് കരുതി വീട്ടിലാകെ ഉണ്ടായിരുന്ന അമൃതം പൊടിയായിരുന്നു. അങ്ങനെ അമൃതം പൊടി വെച്ച് ഞാനൊരു പക്കുവട ഉണ്ടാക്കാന്നാ കരുതിയത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് അതിന്റെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും, അതുകൊണ്ടാണ് ഇട്ടത്. പിന്നെ ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ട് ഉള്ളി ചെറുതായിട്ട് നേർങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഞാൻ ചതുക്കിയിട്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. പിന്നെ വേണമെങ്കിൽ പച്ചമുളക്, പൊതിനയില, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട എൽവി കഴിക്കാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. അല്ലെങ്കിലും മുളക് പൊടി ഇടണം ഒരു കളറിന്. അപ്പോ ഞാൻ മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇടാത്തത് കാരണം. പിന്നെ അമൃതം പൊടിക്ക് ആ ഒരു മധുരത്തിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പൊ നമുക്ക് കൂടുതൽ എരിവൊന്നും അങ്ങനെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വടേന്റെ ആ ഒരു രൂപത്തിലൊന്ന് നന്നായിട്ട് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തോ അമൃതം പൊടി ആയിരുന്ന ആ ഒരു തരിതരി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുഴക്കാൻ പറ്റാതാണ് കുറച്ചും കൂടി ഒന്ന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നതിന് നമുക്ക് വേഗം തന്നെ ആ മാവിന്റെ രൂപത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ അധികം വെള്ളം കൂടി പോകാത്ത ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് വറുത്ത് കോരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മാവിന്റെ രൂപത്തിൽ നമുക്കങ്ങ് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. ഞാൻ തവിട് എണ്ണ യൂസ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിലിപ്പോൾ സാധാ എണ്ണയൊന്നും വാങ്ങിക്കാറില്ല, തവിടെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ തവിടെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വടേന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ നുള്ളി നുള്ളി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടാകുമ്പോൾ വേഗം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അമൃതം പൊടി ആകുമ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ അങ്ങ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും, ഉള്ളൊക്കെ വേവും വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് കോരിയും എടുക്കാം. പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. കുറുക്കൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും കഴിക്കും. സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഞാനിതിപ്പോ ഫുള്ളായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ഇഞ്ചിന്റെ ആ വെളുത്തുള്ളിയിൽ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും, പക്ഷെ ഞാൻ ഇട്ടില്ല, അൽവി കഴിക്കാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ സോസും കൂട്ടി കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു മധുരവും പിന്നെ ആ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.